ഒരു പൊടിക്ക് അഹങ്കാരം കൂടുതലില്ലെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഇവളെ ഇച്ചിരി തറവാട്ടി പിറന്നാന്ന് ഒരു ലേശം അഹങ്കാരം കൂടുതലുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, വേണ്ട വേണ്ടാന്ന് ഞാൻ ആവുന്ന പറഞ്ഞതാ. പക്ഷെ ആവേശം മൂത്ത് പരവേശം കയറിയിട്ട് സംഭവം കൊണ്ടുവന്നു. എന്തായാലും വേണ്ടില്ല. അന്ന് വളരെ കട്ട ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പറയുന്നിടത്തൊക്കെ നിൽക്കുമായിരുന്നു. ഒന്നിനും ഒരു കുറവും വരുത്താതെ ബാക്കിയുള്ളവർക്ക് കൊടുത്തതിനേക്കാളും നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാട്ടോ അവിടെ കുടിയിരുത്തിയതൊക്കെ. അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്തായാലും ആദ്യം ആ പറഞ്ഞതിനനുസരിച്ചൊക്കെ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ നല്ല കൃത്യമായ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉഷാറായിട്ട് നടന്നേ. അത് കഴിഞ്ഞപ്പോൾ പഴയ സ്വഭാവമൊക്കെ എടുത്തു തുടങ്ങി. എന്ത് ചെയ്യാനാ? പിന്നെ നമ്മളാവുന്ന നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചു. ബാക്കിയുള്ളവരെയാണെങ്കിൽ പറയുന്ന നാലിലൊന്ന് കെയറിങ് ഇല്ല കേട്ടോ. ഇതാണ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പുറകേ നടന്ന അന്വേഷണം. എന്ത് പറയാനാ? എന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഇതുപോലത്തെ അവസ്ഥ. ഇനിയിപ്പം മരുന്നിൻ്റെയും മന്ത്രത്തിൻ്റെയും കുറവ് വേണ്ടാന്ന് ഓർത്താൽ ഇനി അതും കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്താൽ അതും ഒരു 3 ദിവസം അങ്ങ് അടുപ്പിച്ച് ചെയ്തേക്കാന്ന് ഓർത്തു. ഇനിയിപ്പം എന്താ പറയും, ഇവിടുത്തെ വീട്ടിലെ ആളായിപ്പോയില്ലേ, നമ്മൾ കളയാൻ പറ്റിയല്ലോ. ശരിയാകണമല്ലോ, ശരിയാകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ശരിയാക്കി എടുക്കണം.